ഇന്ത്യയുടെ പടിഞ്ഞാറൻ വശത്ത് വീശുന്ന ഒരു ശക്തമായിട്ടുള്ള കാറ്റുണ്ടല്ലോ, അതായത് സൊമാലി ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഇതെന്താണ് ഇത് ഇങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണം? ഈ സൊമാലി ജെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൺസൂൺ കാറ്റിൻ്റെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ അവിടെ ചേർന്ന് കിടക്കുന്ന തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊരു മഡഗാസ്കർ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിനടുത്തുള്ള ഒരു ആൻറ്റി സൈക്ലോണിക് ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നാണ് ഈ ഇന്ത്യയിലേക്ക് എത്തുന്ന മൺസൂൺ കാറ്റുകളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണത്. അപ്പോൾ ആ ഒരു കാറ്റ് ഭൂമധ്യരേഖയുടെ അവിടെ വന്ന് ഭൂമധ്യരേഖ കടന്നു കഴിയുമ്പോൾ ആഫ്രിക്കയുടെ കിഴക്കേ തീരം, അതായത് സൊമാലിയ കോസ്റ്റ് എന്ന് പറയാം കൃത്യമായിട്ടും, അവിടെ വെച്ചിട്ടാണ് അത് വളഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറിയിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വീശുന്നത്. അങ്ങനെയാണ് നമുക്കത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഈ സോമാലിയയുടെ തീരത്തെത്തുമ്പോൾ അവിടെ വന്നിട്ടാണ് അത് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അവിടെ ഈ കാറ്റ് ഒരു എന്താ പറയുക ഒന്ന് കൺവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് കൂടിച്ചേരുന്നത് കൊണ്ട് കാറ്റിൻ്റെ ശക്തി വളരെയധികം കൂടുന്നുണ്ട് അവിടെ. അപ്പോൾ അത് ഒരു ഏകദേശം 1.5 കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ അതിനെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ഉയരത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തി ഇതിന് കാണുന്നത്. അതുകൊണ്ട് ഒരു നാരോ സ്ട്രീം ഓഫ് സ്ട്രോങ് വിൻഡ്, അതായത് ഒരു ചെറിയ ഒരു അതിശക്തമായ കാറ്റിൻ്റെ ഒരു മേഖല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ സൊമാലി ജെറ്റ് എന്ന് പറയുന്നത് വളരെ വേഗത ആർജിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ നമുക്ക് അതിശക്തമായി കിട്ടുന്ന സമയത്താണ്. അപ്പോൾ ശക്തിയായ സൊമാലി ജെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കാറ്റുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പൊതുവെ മഴ കൂടുതൽ കിട്ടും. അപ്പോൾ ആ സൊമാലിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ സൊമാലി ജെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റ് ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഒരു 10 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉയരത്തിലും ഇതുപോലുള്ള ജെറ്റ് സ്ട്രീമുകളുണ്ട്. ഇതിനേക്കാളും വളരെയധികം വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സ്പീഡിൽ കാറ്റ് അല്ലെങ്കിൽ വിൻഡ് സ്പീഡ് വളരെ കൂടുതലുള്ള മറ്റ് ജെറ്റ് സ്ട്രീമുകളുണ്ട്. അതിനേക്കാൾ നിന്നും വ്യത്യസ്തമായിട്ട് ടെക്നിക്കലി നമ്മളൊരു ജെറ്റ് സ്ട്രീം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇത് ഒരു മൺസൂണിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മൺസൂണിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായതുകൊണ്ടും ഒരു നാരോ കോർ അല്ലെങ്കിൽ ഒരു വളരെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അതിശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ടുമാണ് ഇതിനെ ജെറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിനെ മറ്റ് ജെറ്റ് സ്ട്രീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനിങ്ങനെ ഒരു ജെറ്റ് എന്ന് വിളിക്കാൻ ക്വാളിഫൈഡ് അല്ല. പക്ഷേ ഒരു നാരോ സ്ട്രീം ഓഫ് സ്ട്രോങ് വിൻഡ് എന്നുള്ള കണക്കിൽ കൊണ്ടാണ് നമ്മളതിനെ സോമാലി ജെറ്റ് അല്ലെങ്കിൽ ലോ ലെവൽ ജെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ LLJ ലോ ലെവൽ ജെറ്റ് എന്നാണ് ചില ടെക്നിക്കലി നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീം ചില സമയത്ത് 2 കമ്പണൻ്റായിട്ട് മാറി, ഒന്ന് കേരളത്തിലേക്കും ഒന്ന് ഗോവയ്ക്ക് വടക്കുമായിട്ട് ഏറ്റവും വേഗത കൂടിയ രണ്ട് ശിഖരങ്ങളായിട്ട് അത് മാറാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.